ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ തലേ ദിവസം രാത്രി തന്നെ ഇതാ കരോളും ക്രിസ്മസ് പൂപ്പനും ആൾക്കാരൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യത്തെ കരോൾ വലിയ രസം തോന്നിയില്ല കേട്ടോ എനിക്ക്. കാരണം പാട്ടും ഇതൊന്നും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മേളം അതൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ കൊല്ലവും നല്ല രസമായിരുന്നു കേൾക്കാനും അതുപോലെ തന്നെ കണ്ടിരിക്കാനും. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഇപ്പോൾ ഒരു മരണം ചേച്ചീൻ്റെ മരണം നടന്നുകൊണ്ടായിരിക്കാം ചിലപ്പം പാട്ടൊന്നും അങ്ങനെ പാടാത്തത് കേട്ടോ. പക്ഷെങ്കിൽ കുറവായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞപ്പം ജസ്റ്റ് ഒരു മിനിറ്റ് 2 മിനിറ്റിൽ മാത്രം പാട്ട് പാടി. പിന്നെ അവർ പാട്ടൊന്നും പാടിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഭാഗത്തേക്ക് വലുതായിട്ട് നല്ലൊരു പാട്ട് ഇതൊന്നും പാടിച്ച് വരാത്തത് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ ലിച്ചുവിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നതായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ എന്നെ ഒന്ന് പാടി അങ്ങനെ പിന്നെന്താക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപാട് പോയി. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ കുറച്ച് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ ദിവസം മുമ്പ് തന്നെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി വേണമെന്ന് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്നത് ഉമ്മ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും മസാല കൂട്ടുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചീൻ്റെ ബിരിയാണി കഴിക്കാൻ പൂതിയാവുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഇപ്പം ഞാൻ കുറേ മാസമായി ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഇക്കാൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മടുപ്പ് തോന്നുമല്ലോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് എന്തായാലും നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ എന്തായാലും വാക്ക് വലിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പം തന്നെ ചായയും കടിയൊക്കെയായി. അതിന് ശേഷം ഇതാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഒരു ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിനടുത്ത് കഴിക്കുമല്ലോ. പണ്ടിപ്പരിപ്പാണെങ്കിൽ നമ്മളെടുത്ത് കഴിക്കും. പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ എൻ്റെ വകയായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിന് ഉണ്ടാക്കണ്ടേ പറഞ്ഞിട്ട് ഞാനിതാ ഇനി അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ഷോർട്സ് ആക്കിയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവിലും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള അപ്പമാണ് വട്ടയപ്പം. അപ്പം അതിന് കുറച്ച് പഞ്ചസാരയും നമ്മൾ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പും ഇടുന്നുണ്ട്, ഒരു നുള്ള് ഈസ്റ്റും ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൂടി അരച്ചു പെട്ടെന്ന് ഉണ്ടായ തോന്നലാണ് കേട്ടോ. അത്രയും നേരം വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ എന്താ പറയുക 10 മണി കഴിഞ്ഞാൽ ഞാൻ ചെന്നാൽ പിന്നെ ഒരു മധുരമുള്ള എന്തെങ്കിലും കൂടി ആയാൽ അടിപൊളിയായിരിക്കുമല്ലോ വിചാരിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം മധുരം ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കും, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഷോർട്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചു. പിന്നെ അങ്ങനെ മൂടി വെക്കാൻ കേട്ടോ. ഒരു 2-3 മണിക്കൂർ മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ. പിന്നെ അത് കഴിഞ്ഞതാ ഞങ്ങൾ പായിലിരിക്കുകയാണെങ്കിലും ഇപ്പോൾ ഫുഡ് കഴിക്കണം കേട്ടോ, ബിരിയാണി കഴിക്കാം. അപ്പോൾ ബിരിയാണി കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് ക്യാമറ ഓണാക്കി ഉമ്മച്ചിനോടാണ് കേട്ടോ സംസാരിക്കുന്നത്. ചോറ് എന്നാണോ, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ വിളമ്പാണ്. അപ്പം പാത്രങ്ങളും മസാലയൊക്കെ എൻ്റെ ഇടാൻ പറയുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോ പ്ലേറ്റിലായിട്ടിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ ഇതാ ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും അതുപോലെ തന്നെ അപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ രാത്രിയാണ് എത്തുള്ളൂ. ഷോപ്പിൽ നിന്ന് ഒരു 8 മണി 8:30 ആകുമ്പോൾ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ആ ഒരു ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ലോണം ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രമൊക്കെ എടുത്ത് അതിൽ കുറച്ച് ഓയിലൊക്കെ തടവിയത് അതിന് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കലും അതുപോലെ തന്നെ കഴിക്കലൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം കഴിക്കുകയും ചെയ്തു കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി മധുരം ഇടണം കേട്ടോ. ഞാൻ പിന്നെ അധികം മധുരം ഇട്ടില്ല, കാരണം തേങ്ങാനും മധുരം അതുപോലെ തന്നെ നമ്മൾ 2 സ്പൂൺ മധുരം ഇട്ടില്ല, അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മധുരം മതി കേട്ടോ. നമുക്ക് ഇവിടെ ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആൾക്കാരല്ല, കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിലും പായസം ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതൽ മധുരം ഇടൂല കേട്ടോ. പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്താ പറയുക, വട്ടയപ്പം ആദ്യമായിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്യുന്ന പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ്. അപ്പം
ഈ ഒരു ആംഗിളിൽ കാണുന്നത് കാരണം ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നീളത്തിൽ തന്നെ കാണിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഫസ്റ്റ്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യേണ്ട വൈത്താലെ പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കും വേണമെന്നുണ്ട്, കാരണം ഉമ്മാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കൊടുത്തപ്പം തന്നെ. പിന്നെ ഉണ്ടാക്കുമ്പം തന്നെ ഇനിയും ഇതുപോലെ ഉണ്ടാക്കണം, ഈ സെയിം റെസിപ്പീസൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആളിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വട്ടയപ്പത്തിൻ്റെ വിശേഷം. അങ്ങനെ കുറച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എല്ലാവരും ഇന്ന് ഫുഡ് അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം തറവാട്ടത്തെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അവർ പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയൊക്കെ ഇട്ടു. പിന്നെ ഇതൊക്കെ കിട്ടി. ഇതെൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിന് ശേഷം പിന്നെ ഉമ്മാനെ ആങ്ങളെയും വൈഫൊക്കെ അക്കാക്കിയും പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ കുഞ്ഞോളാത്താൻ്റെ വീട് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് നേരെ പിന്നെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ രാത്രി ഇക്ക വന്നിട്ടുള്ള വിശേഷമാണ്. അപ്പോൾ ലഡു ഉണ്ട് കേട്ടോ. എനിക്ക് ഷോപ്പിൽ എന്തോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേക്കും ലഡു ഒക്കെ കേട്ടോ. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ ഓരോ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലഡു പിന്നെ ഇച്ചുവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ആ ലഡു വലിയ കുണമൊന്നുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുൾ എന്തോ ഒരു എന്താ പറയുക ഉണങ്ങാത്ത സൈസ് പോലത്തെ ഇതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ അത് ഫുള്ളും പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് നല്ലതല്ലാത്ത ഇതാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വായൻ്റെ അവിടെ ഇങ്ങനെ വെച്ചോളൂ. പക്ഷെ ഓക്ക് വേണ്ട കേട്ടോ. ഓക്ക് ആയിട്ടില്ല, ഇങ്ങനെ പിടിച്ച് കഴിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിക്കാനൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയും തന്നിക്കണേ അത് തിന്നിരുന്ന് കഴിക്കും. പിന്നെ ഞാൻ ചോറ് തന്നൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 കൊടുത്ത് പിന്നെ നിർത്തിട്ടോ. പിന്നെ ഇനിയിപ്പം ചോറ് വിളമ്പാൻ നിൽക്കുകയാണ്. അപ്പോൾ ചോറ് വിളമ്പിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് പേരും വാശിയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഉപ്പ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് താഴെയുള്ള പാൻ സോണും പോയിട്ട് എനിക്കെന്നാൽ കടല മുട്ടായിയോ അല്ലെങ്കിൽ അല്ലെ വേറെ എന്തെങ്കിലും മുട്ടായി ഐറ്റം വാങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ പാൻ സോണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓന് ഓരോന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെറുതെ തന്നെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നടക്കുകയാണ്, കാരണം ആവശ്യമില്ലാണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ പോയി വന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചു. പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരം മറ്റൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ദിവസം ദോശ ഉണ്ടാക്കിയതിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മാവും കൊണ്ട് നമ്മളെന്താ കുണ്ണിയപ്പം പോലെ ഉണ്ടാക്കുമല്ലോ, അത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ സ്നാക്സിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കും. അപ്പോൾ ഷോർട്സ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോയിലും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും ഉള്ളിയും ക്യാരറ്റൊക്കെ ഇതാക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചൂരുണ്ടാക്കിയതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഒരു കുട്ടി വെള്ളപ്പം പോലെ ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ 2 രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചൂട് ചായയും അപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ കഴിക്കുന്ന വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല. ഞാനിതാ ഓരോന്ന് വീഡിയോക്കും വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം അതായത് വേറൊരു ദിവസം മിച്ചും ഇതൊക്കെ കളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പരിപാടി. നമ്മളെ പണി തീർക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ കളിക്കുക, പിന്നെയും ഇവരെ കടത്തി കളിപ്പിക്കുക, അങ്ങനെ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആൾ വന്നിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വിശേഷം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.